കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നിധിയുടെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ് സുധീഷും സുഭാഷും ഹരീഷും നികേഷും. അവർ കേക്ക് മുറിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നത്. അപ്പോൾ ഭാസ്കരൻ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ന് പ്രത്യേകത, ഈ രാത്രി സമയത്ത് എന്താ ഇവിടെ ഒച്ചും ബഹളമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട് ഭാസ്കരനോട്, എൻ്റെ പിറന്നാളാണ് അച്ഛാ, ഇതാ കേക്ക് എന്ന് പറയണേ. അങ്ങനെ നിധി ഭാസ്കരന് കേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നിധി ഭാസ്കരന് കേക്ക് കൊടുത്തതിന് ശേഷം ഭാസ്കരൻ പറയും, മോൾക്ക് പിറന്നാളായിട്ട് ഞാനൊരു പാട്ട് പാടിത്തരട്ടെ ചോദിക്കുകയാണ്. അപ്പം നിധി പറയും, ആ പാട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ പാടിക്കൊടുക്കുകയാണ്. ആ പാട്ട് കേട്ടുകൊണ്ട് സുഭാഷും ഹരീഷും നികേഷും സുധീഷും പറയും, എന്താ പാട്ട്, അത് കേട്ട് അവർ ചിരിക്കും. അപ്പോൾ സുധീഷ് പറയും, നിങ്ങളെ പാട്ടൊക്കെ ഒന്ന് നിർത്തോ, ഈ പിറന്നാൾ കുളമാക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കേക്കുമായി തിരിയുന്ന സമയത്ത് നിലത്ത് വെച്ചിരുന്ന കേക്കിൽ ഭാസ്കരൻ ചവിട്ടുന്ന സമയത്ത് സുധീഷ് ചോദിക്കും, എന്താ നിങ്ങൾക്ക് കണ്ണില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് ഭാസ്കരൻ പറയും, ഇവിടെയാണോ കേക്ക് കൊണ്ടുവന്ന് വെക്കൽ, അതുകൊണ്ടല്ലേ ഞാൻ അതിൽ ചവിട്ടിയതെന്ന് പറയണേ, എല്ലാം കുളമാക്കി എന്ന് പറയണേ. അപ്പോൾ സുഭാഷ് പറയും, അച്ഛൻ ഇപ്പോൾ പുറത്തോട്ടേക്ക് പോയിക്കോ എന്ന് പറയണേ. അങ്ങനെ ഭാസ്കരൻ്റെ കയ്യിലുള്ള കേക്ക് നിധിക്ക് തന്നെ കൊടുക്കുകയാണ്. മോളെ എനിക്ക് കേക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ പുറത്തോട്ടേക്ക് പോകുകയാണ്. അങ്ങനെ പിറന്നാളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നിധി ഓഫീസിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് സുഭാഷ് ഒരു ഗ്ലാസ്സിൽ പായസവുമായിട്ട് വരും. അപ്പോൾ സുധീഷ് പറയും, ആ നിധിയുടെ പിറന്നാളായതുകൊണ്ട് സുഭാഷ് ഏട്ടൻ പായസം എല്ലാം ഉണ്ടാക്കിയതായിരിക്കും അല്ലേ പറയണേ. അങ്ങനെ നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ആ പായസം നിധിക്ക് കൊടുക്കുകയാണ്. ഇതെന്താ സുഭാഷ് ഏട്ടാ, പായസമാണോ ചോദിക്കുകയാണ് നിധി. അതേ മോളെ, ഇത് മോള് കുടിച്ചിട്ട് ഓഫീസിൽ പോകാൻ നോക്കുക എന്ന് പറയണേ. അപ്പോൾ നിധി പറയും സുഭാഷിനോട്, നല്ല ടേസ്റ്റ് ഉണ്ട് സുഭാഷ് ഏട്ടാ എന്ന് പറയണേ. അപ്പോൾ സുഭാഷ് നിധിയോട് പറയും, മോളുടെ പിറന്നാളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മോൾക്ക് വല്ല ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമായിരുന്നു എന്ന് പറയണേ. അപ്പോൾ നിധി പറയും, അതൊന്നും സാരമില്ല എന്ന് പറയണേ. അപ്പോൾ നിധി സുധീഷിനോട് ചോദിക്കും, എന്തേ സുധീഷ് ഒന്നും വാങ്ങിക്കാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയും, ആര് പറഞ്ഞു വാങ്ങിച്ചിട്ടില്ലെന്ന്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, നിധിക്ക് ഇനി ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയത് കൊണ്ട് ഞാനത് എടുത്തു വെച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അകത്ത് പോയി നിധിക്കുള്ള പിറന്നാൾ സമ്മാനവുമായി വരും. അങ്ങനെ പിറന്നാൾ സമ്മാനവുമായി വന്നതിന് ശേഷം നിധിക്ക് ആ സമ്മാനം കൊടുക്കുകയാണ്. ആ സമയത്ത് നിധി ചോദിക്കും, ഇതെന്താണെന്ന്. അപ്പോൾ സുധീഷ് പറയും, അത് തുറന്നു നോക്കുക എന്ന് പറയണേ. അങ്ങനെ നിധി അത് തുറന്ന് നോക്കുന്ന സമയത്ത് സുധീഷ് പറയും, അത് നിധിക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ സെലക്ട് ചെയ്തു എന്ന് പറയണേ. അങ്ങനെ നിധി അത് തുറന്ന് നോക്കുന്ന സമയത്ത് അത് സാരി ആയിരിക്കും. അപ്പോൾ നിധി ചോദിക്കും, സാരിയാണോ, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള കളറാണെന്ന് പറയും. സുധീഷിന് നല്ല സെലക്ഷനൊക്കെ അറിയാലോ. അപ്പോൾ സുധീഷ് പറയും, ഞാനിനി വാങ്ങിച്ചത് ഇനി നിധിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഞാനത് നിധിക്ക് തരാത്തതെന്ന് പറയാണ്. അങ്ങനെ നിധി മുറിയിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി മുറിയിൽ പോയി സാരി ഉടുത്തിട്ട് വരും. എന്നിട്ട് സാരി ഉടുത്ത് വന്നതിന് ശേഷം സുധീഷിനോട് ചോദിക്കും, എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സുധീഷ് നിധിയോട് ചോദിക്കും, എന്നോടാണോ നിധി ചോദിച്ചത്. അതെ നിധി, സുധീഷല്ലേ എനിക്ക് സാരി വാങ്ങിച്ചു തന്നത്, അപ്പോൾ ഞാൻ സുധീഷിനോടല്ലേ ചോദിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, സൂപ്പറായിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ നിധി ആ സാരി ഉടുത്തിട്ടാണ് ഓഫീസിലോട്ട് പോകുന്നത്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.